ഹലോ നമസ്കാരം, നമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കിസൈസിൽ, അതായത് ദുബായ് കിസൈസിലുള്ള പോണ്ട് പാർക്കിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിയൊക്കെ സംഭവം നമ്മുടെ നാട്ടിലെ ആ ഒരു രീതിയിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നേരത്തെ നമ്മുടെ നാട്ടിലാണെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോയി റോട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫീലല്ലേ. അപ്പോൾ അമ്മയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വലിയ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കഞ്ഞിയും കുറച്ച് പയറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് പോയി പോണ്ട് പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കനോപ്പികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് എന്താ പറയുക, ഷട്ടിൽ കളിച്ചു. പിന്നെ കുറച്ച് നടന്നു, ജിമ്മിലൊക്കെ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഇവിടെ ആണെങ്കിലും ഒത്തിരി പേർക്ക് ഈ പോണ്ട് പാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ചില പാർക്കുകളൊക്കെ ഭയങ്കര തിരക്കാണ്, നമുക്ക് അവിടെ പിള്ളേരെയും കൊണ്ടൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവിടെ പോയി പിള്ളേരെ എന്നാ ചെയ്യും, പിള്ളേരെയൊക്കെ നമുക്ക് നോട്ടം കിട്ടുമോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കല്ലേ എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇത് സ്ഥിരമായിട്ടെന്ന് പറയുന്ന പോലെ പോകുന്നൊരു പാർക്ക് നമ്മൾ ഈ പോണ്ട് പാർക്ക്. ഇവിടെ ഒന്നും അങ്ങനെ ഈ പറയുന്ന പോലെ ആൾക്കാർ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ വലിയ തിരക്കായിട്ടോ അല്ലെങ്കിൽ നമുക്കൊന്നും നടക്കാനോ ഇരിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റാത്ത പോലത്തെ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇവിടുത്തെ ഈ ഒരു പാർക്കിൻ്റെ അറേഞ്ച്മെൻറ്റിലെ രീതി. ഇവിടെ ഈ പാർക്ക് നല്ല, ഇവിടെ മൊത്തത്തിൽ നമ്മുടെ UAE ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം നല്ല ശാന്തവും സമാധാനപരവും വൃത്തിയും. അതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും നോക്കുന്നത് അതും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കാര്യം കൂടെ, നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കാനാണെങ്കിലും പിള്ളേരെയും കൊണ്ട് പോകാനാണെങ്കിലും നമുക്കൊന്ന് കൈ നയിച്ച് വിടാനാണെങ്കിൽ പോലും അത്രയും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ഈ ഒരു പാർക്കെന്ന് മാത്രമല്ല, ദുബായിലെ UAE എല്ലാം ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൽ നമ്മൾ വന്നുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഇങ്ങനെ അമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ അമ്മ കുറേ നേരമൊക്കെ പിടിച്ചു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം നടന്നു, കുറച്ച് നേരം ഷട്ടിൽ കളിച്ചു. പിന്നെ മറിക്കുട്ടി ഷട്ടിൽ ബാറ്റ് കയ്യേറി. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ അവൾ തന്നില്ല. എല്ലാവരും കയ്യേക്കാലെ പിടിച്ച് പല ഓഫറുകളൊക്കെ ഇട്ടും കാണിച്ചും ഒക്കെ നോക്കി. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല. അവൾ പിടിയാലെ തന്നെ ഷട്ടിൽ ബാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് ഇങ്ങോട്ട് തന്നു, നമുക്ക് കളിക്കാന്നുള്ള രീതിയിൽ അളിയാപ്പയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. രാത്രിയായി, നമ്മൾ ചെന്നപ്പം ഒത്തിരി രാത്രിയായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ പബ്ലിക് ഹോളിഡേയുടെ ടൈമാണല്ലോ ഇത്. അപ്പോൾ അത് കാരണം തന്നെ ടൈമും കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 10 മണിയായി രാത്രിയിൽ എത്തിയപ്പം. 10 മണിക്ക് ചെന്നിട്ട് നമ്മൾ 12:15 പോരുമ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റിയുടെ അടുത്ത് ചോദിച്ചു എത്ര മണി വരെ ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു 12 o'clock വരെ ഉണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കയറി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പാപ്പു കുറേ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് മടുത്തു. പിന്നെ അച്ചായൻ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാനിപ്പുറത്ത് കുറച്ച് ചെയ്തു. അപ്പവും പാപ്പവും മാറി സൈക്കിൾ ഓട്ടി, മറിയക്കുട്ടി കുറേ ഇതിൽ ഓടി നടന്നു. അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ദിവസം അങ്ങ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറേ റൗണ്ട്, ഇപ്പോൾ പോണ്ട് പാർക്കിനെ കുറിച്ച് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു വലിയൊരു പോണ്ടുണ്ട്. അതിന് ചുറ്റിലും ഇങ്ങനെ ഇതേപോലെ നമുക്ക് കളിക്കാനും പിള്ളേരെ വിടാനും ചെറിയ സീനറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. ചുറ്റും നല്ല സേഫായിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് അതും പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഒന്നും നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമുക്കാണെങ്കിലും ധൈര്യമായിട്ട് നടക്കാം. അപ്പോൾ ഇതായിരുന്നു ഏരിയ. അപ്പോൾ എല്ലാവരും നടത്തവും പരിപാടികളൊക്കെ കഴിഞ്ഞ് 12 മണിയായി. അപ്പോഴത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യാറായതുകൊണ്ട് ആ ഒരു റിക്രിയേഷനൊക്കെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി നമ്മൾ വീട്ടിലേക്ക് വന്നു. പുതിയൊരു വീഡിയോയിലൂടെ